ലെറ്റ്സ് ഗോ കാശ്മീർ പാർട്ട് 2. നമ്മളങ്ങനെ സിനിമയൊക്കെ കണ്ട് എൻജോയ് ചെയ്തിരുന്ന് ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എന്താ ഡൽഹി ലാൻഡ് ചെയ്യാറായി. ഡൽഹിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് എന്തൊരു കൺജസ്റ്റഡാണ് ഇവിടെ, ആൾക്കാർ എങ്ങനെ ജീവിക്കുന്നത്, മുട്ടിന് മുട്ടിന് ബിൽഡിങ്സാണ്. അങ്ങനെ നമ്മളൊരു 1 മണിയോടുകൂടി ഡൽഹി എയർപോർട്ട് എത്തി. ട്രാൻസ്ഫറിൻ്റെ ബോർഡ് നോക്കി നമ്മൾ നേരെ അങ്ങ് വെച്ച് പിടിച്ചു. അവിടെ എന്തോ കച്ചേരിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നേരെ പോയി നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഗേറ്റ് ഏതാന്നൊക്കെ നോക്കി. ഡൽഹി എയർപോർട്ട് ശരിക്കും ഒരു മോള് പോലെ ഉണ്ടായിരുന്നു. കണ്ടിട്ട് എയർപോർട്ടാണോ മോളാണോ എന്ന് ഡൗട്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ നല്ല വിശപ്പ്. നമ്മൾ സ്റ്റാർബക്സിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിച്ചു. എന്ത് എക്സ്പെൻസീവ് അല്ലേ എയർപോർട്ടിലെ ഫുഡൊക്കെ. വിശന്നിട്ടാണെങ്കിൽ വേറെ നിവർത്തിയില്ല, അത് തന്നെ കഴിക്കണം. പിന്നെ ഞാനും ലച്ചും കൂടെ ഡൽഹി എയർപോർട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങി. നമ്മളൊരു റീലൊക്കെ എടുത്ത് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും പോയി ചെക്കൗട്ട് ചെയ്യുക. നമ്മളൊരു പ്രൈവറ്റ് ബസ്സൊക്കെ വിളിച്ചിട്ടാണ് കേട്ടോ ഫ്ലൈറ്റിൻ്റെ അങ്ങോട്ടേക്ക് പോയത്. ഡൽഹിയിൽ ഇറങ്ങിയ ഉടനെ ഭയങ്കര ചൂട്, ഒരു വൃത്തികെട്ട ക്ലൈമറ്റ്. ബാക്കി ഇരുന്ന ആകെ കുറച്ച് കൃമികടിയായിരുന്നു. നമ്മൾ കൈ പിടിച്ച് തിരിച്ചൊടിച്ചു. നമ്മൾ ഡൗൺലോഡ് ചെയ്ത മൂവിക്കൊന്നും സബ് ടൈറ്റിൽ ഇല്ല എന്ന് മനസ്സിലാക്കി എനിക്ക് ഡിപ്രഷനായി. ലാൻഡിങ് ടൈം ആയപ്പോഴേക്കും ടെമ്പറേച്ചർ കൺട്രോളിന് വേണ്ടി ഇവർ വിൻഡോസ് എല്ലാം ഡൗൺ ചെയ്ത് കാരണം നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ നമ്മളൊരു 4:30 ശ്രീനഗർ എത്തി. അവിടെ ചെന്നപ്പോൾ നമ്മുടെ പാക്കേജ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രൈവർ നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശ്രീനഗറിൽ ലാൻഡ് ചെയ്തു. ശ്രീനഗർ ഒടുക്കത്തെ ചൂടും, നമുക്കാണെങ്കിൽ ഭയങ്കര വിശപ്പും. അങ്ങനെ നമ്മൾ ചെന്ന് ഫുഡെല്ലാം കഴിച്ചു. നമ്മളൊരു ഹോം സ്റ്റേയിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഹോം സ്റ്റേയിലേക്ക് പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബാക്കി വലിയ വീഡിയോ വരുന്നുണ്ട്. ബൈ ബൈ.